ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക് കയറുകയാണ്. UDYF-ന്റെ കോഴിക്കോട് റൂറൽ SP മാർച്ച് ഇപ്പോൾ നടക്കുകയാണ്. റൂറൽ SP ഓഫീസിലേക്കാണ് മാർച്ച് നടക്കുന്നത്. അതിന്റെ തത്സമയ വിവരത്തിലേക്ക് പോവുകയാണ്. കാഫിർ പരാമർശമുള്ള വ്യാജ പ്രചരണത്തിൽ നടപടി വൈകുന്നു എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ UDYF-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടാകുന്നത്. ഹലോ UDYF-ന്റെ നേതൃത്വത്തിലാണ് SP ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നത്. കാഫിർ പരാമർശമുള്ള വ്യാജ സ്ക്രീൻഷോട്ട് വടകരയിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. അതിന്റെ ബാക്കി പത്രമാണിത്. നയൻതാര വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നയൻതാര, പ്രതിഷേധം ഉണ്ടായിരിക്കുകയാണ്. മാർച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. വിവരങ്ങൾ. പൂജ, നമുക്കറിയാം വടകരയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ വാക്കുപോര്, അതായത് LDF-ഉം UDF-ഉം തമ്മിലുള്ള വാക്കുപോര് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമാണ് യൂത്ത് ലീഗിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നെന്ന പേരിൽ വർഗീയ പ്രചരണത്തിൻ്റെ സ്ക്രീൻഷോട്ടുകൾ വന്നത്. അതിനുശേഷം LDF തിരഞ്ഞെടുപ്പ് കമ്മീഷന് പോലീസിന് പരാതി നൽകി. അതിൻ്റെ തുടർച്ചയായി തന്നെ അതിൻ്റെ യൂത്ത് ലീഗ് പോലീസിന് പരാതി നൽകി. എന്നാൽ ഈ ഒരു പരാതിയിൽ പോലീസ് വേണ്ടത്ര രീതിയിൽ അന്വേഷണം നടത്തുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് SP ഓഫീസിലേക്ക് പ്രതിഷേധം നടന്നിരിക്കുന്നത്. യൂത്ത് ലീഗും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും SP ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ തിരഞ്ഞെടുപ്പിന് ശേഷവും CPM അതുപോലെ തന്നെ തുടർച്ചയായി വെറുപ്പിൻ്റെ പ്രചരണം തുടരുന്നുവെന്ന് നേരത്തെ നമുക്കറിയാം. നേരത്തെ തന്നെ ഈ ഒരു പ്രതിഷേധം ഇവർ തമ്മിലുള്ള ഒരു വാക്കുപോര് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാഫിർ പരാമർശമുള്ള വ്യാജ പ്രചരണങ്ങളിൽ നടപടി വൈകുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് UDF-ന്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നടത്താനുള്ള തീരുമാനം നേരത്തെ തന്നെ ഇവരെടുത്തിരുന്നു. ഇനി അടുത്ത 11-ാം തീയതി UDF-ന്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ പ്രതിഷേധം നടത്താൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം CPM-ന്റെ നേതൃത്വത്തിലും പ്രതിഷേധ പരിപാടി നടന്നിരുന്നു. ഇവിടെ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുക. MK മുനീർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രതിഷേധം എന്തായാലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പൂജ, ശരി, നയൻതാരയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വടകര തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശ ദിവസമാണ് ഈ രീതിയിലുള്ള സ്ക്രീൻഷോട്ട് പ്രചരിക്കപ്പെട്ടത്. ഇതിൽ ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് കാസിമിന്റെ പേരിലാണ് വാട്സപ്പ് സന്ദേശം പ്രചരിക്കപ്പെട്ടത്. ഇതിൽ കാസിമൊപ്പം യൂത്ത് ലീഗും പരാതി നൽകിയിരുന്നെങ്കിലും അതിൽ അന്വേഷണം എങ്ങും എത്തിയിരുന്നില്ല എന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഈ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ UDYF പോകുന്നത്.